ശ്രീജിത്ത്, CPM CPI ചർച്ച ഇന്ന് അലസിപ്പിരിഞ്ഞിരിക്കുന്നു. MP ഗോവിന്ദനെ കണ്ട് ബിനോയ് വിശ്വം മടങ്ങുമ്പോൾ അദ്ദേഹം ഒട്ടും തന്നെ തൃപ്തനല്ല. CPMന്റെ നിലപാടിലും CPIയുടെ നിലപാടിലും ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വരികൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് CPIക്ക് അറിയാം, അത് CPM കൂടി മനസ്സിലാക്കണം എന്ന മൂർച്ചയുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്താണ് അതിന്റെ രാഷ്ട്രീയ വായന? GK പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യം CPIM പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. അതിൻ്റെ ഒരു പ്രതികരണമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഇപ്പോൾ നൽകിയ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് LDF എന്നതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ജനാധിപത്യപരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറണമെന്ന കാര്യമാണ് വരികൾക്കിടയിൽ ബിനോയ് വിശ്വം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ LDFന്റെ അന്തസത്ത, അതിൻ്റെ രാഷ്ട്രീയ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊള്ളണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും CPIയുടെ പിന്തുണ തുടർന്നുമുണ്ടാകും. എന്നാൽ CPIയും കൂടി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളണമെന്നാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് CPI ഉന്നയിച്ച പ്രതിപക്ഷ നേതൃസ്ഥാനം, ഉപനേതാവ് സ്ഥാനം എന്ന ആവശ്യം CPM നിരാകരിച്ചതിലുള്ള പ്രതിഷേധമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഒരാളിൽ മാത്രം, CPIMൽ മാത്രം കേന്ദ്രീകരിക്കരുത്, CPI കൂടി അതിനകത്ത് പങ്കാളിത്തം വേണം എന്ന ആവശ്യം മുൻനിർത്തിയാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അത് CPIM ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് CPI അലട്ടുന്ന കാര്യം. എന്തായാലും ഭാവി നടപടികൾ എന്താണെന്ന കാര്യം നാളെ ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കപ്പെടും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള CPIയുടെ പ്രതികരണം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ നടന്ന ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു, അലസിപ്പിരിഞ്ഞിരിക്കുന്നു. CPIക്ക് മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കൂടിയേ തീരൂ. അക്കാര്യം എന്താണ് എന്നതായിരിക്കും ഇനി CPIM ആലോചിക്കാൻ പോകുന്നത്. എന്തായാലും LDFിലെ പാർലമെന്ററി പാർട്ടി ചേരുന്നടക്കമുള്ള കാര്യങ്ങളോട് യോജിക്കില്ല എന്ന കാര്യം CPI ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാവി കാര്യങ്ങൾ എന്താണെന്ന് നാളെ CPI ആലോചിച്ച് പ്രഖ്യാപിക്കും. ശരി, ഏതായാലും CPM CPI ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുന്നു. വളരെ കടുത്ത നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും CPI കടക്കുമോ എന്നറിയില്ല. ഏതായാലും അതൃപ്തി നിഴലിക്കുന്നതായിരുന്നു ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ AKG സെന്റർ മുന്നിൽ നിന്ന് നൽകിയ പ്രതികരണം. R. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.